ഒന്നുകിൽ കനത്ത പിഴ, അല്ലെങ്കിൽ താരങ്ങൾക്ക് സസ്പെൻഷൻ. ഫാക്ലാൻഡ് ബാനർ ഉയർത്തിയതിന് അർജന്റീനയ്ക്കെതിരെ ഫിഫയുടെ നടപടി വരും. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. സ്പെയിനെതിരായ ലോകകപ്പ് ഫൈനലിന് മുമ്പ് അതുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. നിരപരാധികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കിളികളെ പോലെ വെടിവെച്ചിട്ടു. ആ വിജയം പ്രതികാരമായിരുന്നു. 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയതിനെ കുറിച്ച് ഡീഗോ മറഡോണ തന്റെ ആത്മകഥയിൽ എഴുതിയത് ഇങ്ങനെയാണ്: 40 വർഷങ്ങൾക്കിപ്പുറം ഈ ലോകകപ്പിൽ അതേ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ച ശേഷം ഗാലറിയിൽ ഉയർന്നൊരു ബാനറുമായി അർജന്റീനിയൻ താരങ്ങളായ ലോ സെൽസോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഒറ്റമെൻഡി തുടങ്ങിയവർ മൈതാനത്ത് വിജയാഘോഷം നടത്തി. സ്പാനിഷിൽ ലസ് മാൽവിനാസ് സ്വാൻ അർജന്റീനാസ് എന്നെഴുതിയ വാചകത്തിന്റെ അർത്ഥം ഫാക്ലാൻഡ് അർജന്റീനയുടേതാകുന്നു എന്ന വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ഒരു കലഹത്തിന്റെ തുടർച്ചയായിരുന്നു അത്. തെക്കേ അമേരിക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 480 കിലോമീറ്റർ മാറി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ഫാക്ലാൻഡ്. 2 പ്രധാനപ്പെട്ട ദ്വീപുകളും 200ഓളം ചെറുദ്വീപുകളും ചേർന്നൊരു പ്രദേശം. സ്പാനിഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം 1816 അർജന്റീന ഈ പ്രദേശത്തിന്മേൽ അവകാശം ഉന്നയിച്ചിരുന്നെങ്കിലും അവസാന അർജന്റീനക്കാരനെയും പുറത്താക്കി 1833 ഫാക്ലാൻഡ് ബ്രിട്ടീഷ് ഭരണത്തിലായതായി കാണാം. ബ്രിട്ടൻ നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലാണ് ദ്വീപിലെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ദ്വീപിന്റെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും നിരവധി ചർച്ചകൾ നടത്തി. ഫലമുണ്ടായില്ല. ഒടുവിൽ 1982 ഏപ്രിലിൽ പ്രദേശം പിടിച്ചെടുക്കുന്നതിനായി അർജന്റീന ആയിരക്കണക്കിന് സൈനികർ ഉൾപ്പെട്ട സംഘത്തെ അയക്കുന്നു. ബ്രിട്ടൻ ശക്തമായി തിരിച്ചടിക്കുന്നു. 2.5 മാസക്കാലം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ബ്രിട്ടന് മുന്നിൽ കീഴടങ്ങുന്നു. ഏകദേശം 900 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഭൂരിഭാഗവും അർജന്റീനിയൻ പട്ടാളക്കാർ. യുദ്ധത്തിൽ കനത്ത തോൽവിയുണ്ടായെങ്കിലും ഫാക്ലാൻഡിനെ വിട്ടുകളയാൻ അർജന്റീന തയ്യാറായിരുന്നില്ല. യുദ്ധത്തിന് പിന്നാലെ നടന്ന 1982 ലോകകപ്പിൽ പോലും പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഉണ്ടായി. 1986 ലോകകപ്പിലെ ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ജയം അവർക്കെതിരായ യുദ്ധം ജയിച്ചതുപോലെയായിരുന്നു അർജന്റീനൻ ജനത ആഘോഷമാക്കിയത്. ഏറ്റവും ഒടുവിലത്തെ രേഖകൾ പ്രകാരം 3600 പേരാണ് നിലവിൽ ദ്വീപിലുള്ളത്. 2013 നടന്ന ജനഹിത പരിശോധനയിൽ ദ്വീപിലെ ഭൂരിഭാഗം പേരും ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിച്ചിരുന്നു. എന്നാൽ നിലവിലെ ദ്വീപ് നിവാസികൾ ബ്രിട്ടൻ മനഃപൂർവ്വം അവിടെ എത്തിച്ചവരാണെന്നും പ്രദേശം സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും തങ്ങളുടെ സ്വത്താണെന്നുമാണ് അർജന്റീനയുടെ വാദം. കഴിഞ്ഞ ദിവസം മൈതാനത്ത് നമ്മൾ കണ്ട പ്രതിഷേധം ഇതാദ്യമായല്ല. 2014 ബ്രസീൽ ലോകകപ്പിന് മുന്നോടിയായി നടന്ന വാമപ്പ് മത്സരത്തിലും ഫാക്ലൻഡ് അനുകൂല മുദ്രാവാക്യങ്ങളും ബാനറുമായി അർജന്റീന താരങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് ഫിഫയുടെ അച്ചടക്ക സമിതി ഏകദേശം $37,000 അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പിഴ ചുമത്തിയത്. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിനെതിരെയും ഫിഫ നടപടി ഉറപ്പാണ്. അതിന്റെ സാധ്യതകൾ എന്താണെന്ന് നോക്ക്. മത്സരങ്ങൾക്കിടെ ഫുട്ബോളുമായി ബന്ധമില്ലാത്ത വാക്കുകൾ, മുദ്രാവാക്യങ്ങൾ, അംഗവിക്ഷേപങ്ങൾ, വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതോ ഗൗരവമുള്ള രാഷ്ട്രീയമോ മതപരമോ വിശ്വാസപരമോ ആയ സന്ദേശം നൽകുകയോ ചെയ്യുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിനെതിരെ ഫിഫ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സംഭവം അച്ചടക്ക ലംഘനമാണെന്ന് തെളിഞ്ഞാൽ പ്രധാനമായും 2 തരത്തിലുള്ള നടപടികളാണ് അർജന്റീന താരങ്ങൾക്ക് നേരിടേണ്ടി വരിക. ഒന്ന് കനത്ത പിഴ, അല്ലെങ്കിൽ മാച്ച് സസ്പെൻഷൻ. ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് നേരിടേണ്ടി വരാം. ഫിഫ നടപടി ഉടൻ ഉണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. അർജന്റീന താരങ്ങൾക്ക് സ്പെയിനെതിരായ ഫൈനൽ മത്സരം നഷ്ടമാകില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം ഫിഫയുടെ അന്വേഷണ നടപടിക്രമം പൊതുവെ സമയമെടുക്കാറുള്ളതാണ്. അന്വേഷണ സമിതി സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അച്ചടക്ക സമിതി അത് വിലയിരുത്തുകയും ചെയ്യാൻ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. അതിനാൽ ജൂലൈ 20 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്ക്വാഡിൽ ആർക്കും വിലക്കുണ്ടാകില്ല.